ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സാർ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു തമിഴ് മൂവിയാണ് ചിയാൻ വിക്രമത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള വീരധീര സൂര്യൻ എന്ന് പറഞ്ഞ ചിത്രത്തെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന പാർട്ട് 2. വീരധീര സൂര്യനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും പേരിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലെങ്ത് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ആ ലെങ്ത് കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഡയറക്ഷൻ സ്ക്രിപ്റ്റും ചെയ്ത AS അരുൺകുമാറാണ്. അദ്ദേഹം നമുക്ക് ഒരുപാട് ചിത്രം സമ്മാനിച്ച വ്യക്തിയാണ്. അവസാനം അറിയിട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ ചിറ്റ എന്ന് പറഞ്ഞ ചിത്രം പോലും കാണുന്ന പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ നേടിക്കൂട്ടിയിട്ടുള്ള ഒരു മികച്ച ചിത്രം അവകാശപ്പെടാൻ കഴിവുള്ള ചിത്രം തന്നെയാണ് ചിറ്റ. അതിനുശേഷം അദ്ദേഹം ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ചിത്രമാണ് വീരധീര സൂര്യൻ എന്ന് പറയുന്ന ചിത്രം. ഇതൊരു പാർട്ട് 2 ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രീക്വൽ എന്ന് പറയുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തമായ അറ്റംപ്റ്റ്. ആദ്യം തന്നെ പാർട്ട് 2 ആണ് ഇറക്കിയിട്ടുള്ളത്. ഇനി പാർട്ട് 1 വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇല്ല ഏതൊക്കെ ഡീറ്റെയിൽ തന്നെ നമ്മൾ റിവ്യൂവിൽ പറഞ്ഞു പോകുന്നുണ്ട്. മ്യൂസിക് ചെൽ GV പ്രകാശാണ്. അതുപോലെ തന്നെ സിനിമോഗ്രാഫി ചെയ്തിട്ടുള്ളത് തേനി ഈശ്വറാണ്. കാശി നോക്കിക്കഴിഞ്ഞാൽ ചിയാൻ വിക്രം, തുഷാര വിജയൻ, SJ സൂര്യ, സുരാജ് വെണ്ണാൾമൂട്, മലൈ പാർവതി തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാസ്റ്റിംഗ് ആയി വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള അറ്റംപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാത്രിക്കുള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് അവർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു തിരുവിഴ രാത്രിയിൽ തീരുന്നതോടു കൂടി തന്നെ ഫിലിമും അവസാനിക്കുന്നുണ്ട്. അതാണ് ചെറിയൊരു കണ്ടന്റ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് കാണുന്ന പ്രേക്ഷകരിൽ എത്രമാത്രം വിജയിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിക്ക് അപ്പുറത്തോട്ടും വിജയിച്ചു. അതിനപ്പുറത്തോട്ട് വരുമ്പോൾ കുറച്ച് ചെറിയ പോരായ്മകൾ മാറ്റി നിർത്തിയാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ വീരധീര സൂര്യൻ സമ്മാനിക്കുന്നത്. ആ പേരാണ് ഏറ്റവും വലിയ പ്രശ്നമായി എനിക്ക് തോന്നുന്നു. പറയാൻ തന്നെ ഒരുപാട് ലെങ്ത്തുള്ള പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതേ തന്നെ ചിത്രത്തിലും ഒരുപാട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ഇഴച്ചിൽ പോലെ തന്നെ ചില ഭാഗത്ത് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി സെക്കൻഡിലോട്ട് കടക്കുമ്പോൾ തീരാത്ത പോലെ അനുഭവമാണ്. കാണുന്ന പ്രേക്ഷകരിലേക്ക് ഒരു മടുപ്പിക്കുന്ന തരത്തിലൊക്കെ പല സീൻസും വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ലെങ്ത് കുറച്ച് കുറയ്ക്കാമെങ്കിൽ ആ നെഗറ്റീവിൽ നിന്നും അത് മാറ്റി നിർത്താമെന്നാണ് എൻ്റെ അഭിപ്രായമായിട്ട് തോന്നുന്നത്. ഇതിൽ നമ്മൾ ട്രെയിലർ കണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഒരു രാത്രിക്കുള്ളിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. അതിൽ നിന്നും എങ്ങനെ അജീവിക്കാം എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ചിയാൻ വിക്രം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഈയിടെയായിട്ട് റിലീസ് ചെയ്തു. ഒരു പരിധിക്ക് അപ്പുറത്ത് ഒരു പരാജയപ്പെട്ടു എങ്കിൽ പോലും നമ്മൾ ഇതുവരും കാണാത്ത ഒരു വിക്രമത്തിന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ സ്ലാങ്ങും, അതുപോലെ തന്നെ നടത്തം, ആക്ഷൻസ് ആണെങ്കിലും ഇമോഷൻസ് ഒക്കെ ആണെങ്കിലും ഇതുവരെ നമ്മൾ കാണാത്ത മറ്റൊരു വിക്രമത്തിനെ കാണാൻ സാധിക്കും. കാരണം അദ്ദേഹം ഇങ്ങനെ റോൾ ചെയ്തിട്ടില്ല. വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ ഒരു 100% വിജയിച്ച് തന്നെ പറയാൻ സാധിക്കുള്ളൂ. സുരാജ് വെണ്ണാൾമൂടിനെ കുറിച്ച് പറയുമ്പോൾ അതുവരെയും ഒരു മലയാളം നടനും ഒരു തമിഴ് സിനിമയിൽ ആദ്യത്തെ തന്നെ ഇത്രയേറെ സ്പേസ് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ സുരാജ് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഒരു മികച്ച കയ്യടിയും ആ കയ്യടി ഒരിക്കലും വെറുതെ ആവില്ല. കാരണം മികച്ച പ്രകടനം തന്നെയാണ് സുരാജിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തുഷാര വിജയനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് സ്ഥിരം ബാറ്റൻ പോലെ തന്നെ ഒരു കുടുംബിനിയായിട്ടുള്ള റോള്, നമ്മുടെ നായകൻ്റെ കാന്താരി എന്ന് പറയുന്ന പോലെ സ്നേഹനിധി ആയിട്ടുള്ള ഭാര്യ എന്ന് പറയുന്ന പോലെ ഇമോഷൻസും എല്ലാം കൊണ്ട് തന്നെ ഒരു വരച്ച വരെ നിർത്തുന്ന ഒരു വൈഫ്, അതാണ് തുഷാര റോള്. അത് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മലയപ്പാവതിയെ കുറിച്ച് പറയുമ്പോഴും നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണ്. അവരിപ്പോഴും നമ്മുടെ എന്താ പറയുക അവസാനം ഇറങ്ങിയിട്ടുള്ള മുറ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പോലെ തന്നെ അതേപോലത്തെ ഒരു റോളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത്യാവശ്യം കൊള്ളാമായിരുന്നു. പിന്നെ സുരാജിൻ്റെ അച്ഛനായി വന്നിട്ടുള്ള വ്യക്തി SJ സൂര്യ എടുത്തു പറഞ്ഞ ഒരു കഥാപാത്രം തന്നെയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ റോളൊക്കെ ചെയ്തിട്ടുള്ളത്. ആ സ്ലാങ് ആണെങ്കിലും സ്ഥിരം നമ്മൾ എന്താ പറയുക കണ്ടിട്ടുള്ള ഒരു SJ സൂര്യ തന്നെയാണ്. ഒരു മാറ്റമില്ല. കാരണം അദ്ദേഹം ഇതേ റോൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ട്. അവസാനം കുറച്ച് മുമ്പ് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ മന്നാട് എന്ന് പറഞ്ഞ ചിത്രത്തിലും കാണാം വന്ത റിപ്പീറ്റ് അതേപോലെ തന്നെയാണ്. സ്ഥിരം പടത്തിൽ തന്നെ സ്ഥിരം പാറ്റേൺ ആയിട്ടുള്ള റോൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെ മടുപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ ആ കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാളി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലോട്ട് ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. അല്ല 2 വ്യക്തികൾ അദ്ദേഹം തേടി വരുന്നു. ഇങ്ങനൊരു എന്താ പറയുക ഒരു ദൗത്യം ഏറ്റെടുക്കുമെന്ന് പറയുന്നു. അത് അദ്ദേഹം ഏറ്റെടുക്കും. എങ്ങനെയാണ് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക, അതാണ് കണ്ടന്റായിട്ട് തോന്നുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞൊരു എന്താ പറയുക രാജാതിരാജ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു റോള് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുന്നേ കാലത്ത് എന്തൊക്കെയാണെന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ സെക്കൻഡ് പാർട്ടിൽ പാടില്ല. അത് കാണണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ചിത്രത്തിലില്ല. കാരണം ഒരു വാവ് ഫാക്ടർ എന്ന് പറയുന്ന സംഭവം പടത്തിലോട്ട് എവിടെയും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കണ്ടിരിക്കാനും പറ്റുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാസമായിട്ടുള്ള നടനെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ആക്ഷൻസിൽ ഒരു കൊടൂരമായിട്ടുള്ള ഒരു BGM ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു 14 പേരെ ഇടിച്ച് തെറിപ്പിക്കുക, അതേ പരിപാടിയൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫാമിലി മാൻ എങ്ങനെയാണോ അതാണ് ചിയാൻ വിക്രം ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫയൽ ചെയ്യുമ്പോൾ പോലും ഒരു പരിധിയുണ്ട്, ആ പരിധിക്ക് മോഷൻസും ബ്ലഡ് വരുന്നുണ്ട്, ഒരുപാട് പേരെ ഇടികൊള്ളുന്നുണ്ട്, കുറച്ച് പേര് അങ്ങോട്ട് ഇടിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് തന്നെ ഒരു നോർമലായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു അനമാക്ഷിക അല്ലെങ്കിൽ അതിശക്തനായിട്ടുള്ളൊരു മനുഷ്യൻ്റെ കഥാപാത്രം വന്നത് സാധാരണ ഒരു ഫാമിലി മാൻ തൻ്റെ ഫാമിലി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ കുടുംബമാണ് ഏറ്റവും വലുതും ചിന്തി നടക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആരാണെങ്കിലും എന്താ പറയുക പ്രതികരിച്ച് പോകും. അതേ ഒരു ചോദ്യം തന്നെയാണ് ഇതിൻ്റെ കണ്ടന്റ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത്യാവശ്യം കൊള്ളാമായിരുന്നു. എന്താ പറയുക, ചെയ്യാൻ ഇതുവരെയും കാണാത്ത രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ആക്ഷൻസും കാര്യങ്ങളെല്ലാം ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. അതിപ്പോൾ നെഗറ്റീവായിട്ടിൻ്റെ ഡ്യൂറേഷൻ ഒരു എന്താ പറയുക പലതിക്ക് അപ്പുറത്ത് വരുമ്പോൾ നല്ലൊരു മടിപ്പിക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അത്യാവശ്യം പശ്ചാത്തലമായി ബാനഡ് സ്കോറും അതുപോലെ തന്നെ എന്താ പറയുക സിനിമോഗ്രഫി കൊള്ളാമായിരുന്നു. തേനി ഈശ്വർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെ ഇതിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും മലയാളത്തിലും അതിന് പുറമെ തമിഴിൽ തന്നെ മികച്ച ഒരു സിനിമോഗ്രഫി ചെയ്യുന്നതിൽ മുമ്പതിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് തേനി ഈശ്വർ. അത്യാവശ്യം കൊള്ളാമായിരുന്നു. ജി വി പ്രകാശിൻ്റെ ചില ബിജിഎമ്മൊക്കെ പല ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ഒരു ഡൗണിൽ നിന്നും ഉയർത്തി കേൾക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സീൻ നടക്കുന്നുണ്ട്. ഇവർ 3 പേരും കൂടി ഇരിക്കുമ്പോൾ അത് ഒടുക്കത്തെ ഒരു വൈബ് തന്നെയാണ്. നമ്മളൊട്ടും തന്നെ പ്രതീക്ഷിക്കുന്നതെന്നല്ല. ഏറ്റവും വലിയ പോസിറ്റീവായി പടത്തിലോട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത് എന്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. തീർച്ചയായിട്ടും അങ്ങനെ ഒന്നല്ല, ചിന്തിക്കാൻ കഴിയാത്ത പല സീൻസും ഇതിലുണ്ട്. എക്സ്പെഷ്യലി ക്ലൈമാക്സിൽ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചു വരുന്നുണ്ട്. നമ്മൾ ഒട്ടും വിചാരിക്കില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. തിരക്കഥ, അതായത് അരുൺകുമാറിൻ്റെ മികച്ച ഒരു തിരക്കഥ തന്നെയാണ് ഇതിന് നട്ടലായി നിൽക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷനും നല്ല ക്വാളിറ്റി സമ്മാനിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമായിട്ട് എനിക്കും അതും തോന്നുന്നുണ്ട്. മറ്റൊരു കാര്യം നോക്കുക വെച്ചാൽ എന്താ പറയുക, പാട്ടുകൾ അത്യാവശ്യം ഒരു എന്താ പറയുക വ്യത്യസ്തമായ അറ്റംപ്റ്റ് തന്നെയാണ്. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന നല്ല പാട്ടുകൾ തന്നെ സമ്മാനിക്കുന്നുണ്ട്. തുടക്കത്തിലെ പാട്ട് കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ തുഷാര വിജയനും വിക്രം തമ്മിലുള്ള എന്താ പറയുക ഇൻഡിവിജ്വൽ സീൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള സീൻസൊക്കെ അത്യാവശ്യം കണ്ടിരിക്കാമായിരുന്നു. ഈ വെറുപ്പിക്കലായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ വ്യക്തത വെച്ചാൽ ഒരു ഇതിൻ്റെ ഇൻ്റർവെല്ലിൽ വ്യത്യസ്തമായിട്ടുള്ള അറ്റംപ്റ്റ് തന്നെയാണ്. നമ്മൾ ഇങ്ങനെയാണ് ഇൻ്റർവെൽ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല ഇൻ്റർവെല്ലുള്ളത്. കുറച്ചുകൂടി കഴിഞ്ഞ് പോയിട്ട് ഈ വിക്രമും തുഷാര വിജയൻ സംസാരിച്ചിരിക്കുമ്പോൾ അപ്പോൾ കട്ട് ചെയ്യും, അത് ഇൻ്റർവെല്ലാണെന്ന് നമ്മൾ കണ്ടിരിക്കാം. അത് വേറെ തന്നെയാണ് കൊള്ളാമായിരുന്നു. എല്ലാം കൊണ്ട് തന്നെ അത്യാവശ്യം കണ്ടിരിക്കുന്ന ഒരു ഫയർ മൂഡുള്ള അല്ലെങ്കിൽ എന്താ പറയുക വലിയ അതിശയിപ്പിക്കാത്ത ഒരു നോർമലായി കാണാൻ പറ്റുന്ന ഒരു മികച്ച ചിത്രം തന്നെയാണ് വീരധീര സൂര്യൻ എന്ന് പറഞ്ഞ ചിത്രം. എക്സ്പെക്ട് ചെയ്ത് ക്ലൈമാക്സും ഒരുപാട് ടെൻഷൻ അടുപ്പിക്കുന്ന സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സംഭവിക്കുക, നമ്മൾ പലതും ചിന്തിച്ചു പോകും. അത് ഞാൻ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ആയിരിക്കും, പക്ഷേ ഈ ആൾക്കാരുടെ കൂടെ ആ വ്യക്തിയും പോകുമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ അങ്ങനെ പോയില്ല, പടം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന് ഫസ്റ്റ് പാർട്ട് വരുന്നുണ്ട്, അതിലെന്തെന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുന്നുണ്ടാവും. കാരണം ഇപ്പോൾ ചെറുതായിട്ടും ഈ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് ജീവിക്കുന്നത് കാണിച്ചിട്ടുള്ളൂ. ഇതിന് മുമ്പായിട്ട് ഇനി ഈ കഥാപാത്രം മുന്നേ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് വീണ്ടും ഈ ലൈഫിലോട്ട് എത്തിപ്പെട്ടത് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആദ്യം പാർട്ട് 2 ഇറക്കിയിട്ട് വിജയിച്ചിട്ടായിരിക്കും ഒരു പാർട്ട് 1 ഇറങ്ങുന്നുണ്ടാവുക. അതും നല്ല അറ്റംപ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്കത് കാണാൻ വലിയ ആഗ്രഹവും കാര്യങ്ങളൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കാണാമെന്ന് മാത്രം, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വരണം എന്നുള്ള കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. അതുമാത്രമാണ് ഒരു പ്രശ്നമെന്ന് തോന്നുന്നുള്ളൂ. അപ്പോൾ വീരധീര സൂര്യനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഏവറേജിന് മുകളിൽ നിൽക്കുന്ന അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് വെച്ചാൽ എക്സ്പീരിയൻസ് തോന്നിപ്പിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. എന്തായാലും ചെയ്യാൻ വിക്രം ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ ചിത്രം ഒരുക്കി വെച്ചിട്ടുള്ളത്, ഇപ്പോൾ തന്നെ ഫാമിലി ഓഡിയൻസിനും. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ബൈ.